ഇടുക്കി മലങ്കര ജലാശയത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ജോസിൽ ചേരുന്നു. ജോസിൽ, വിശദാംശങ്ങൾ. മലങ്കര ജലാശയത്തിലാണ്, ഈ ഡാമിന്റെ വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 60 വയസ്സോളം പ്രായം വരുന്ന തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നീല ഷർട്ടാണ്. ഈ തൊടുപുഴയിൽ അടക്കം ഉണ്ടായ ചില മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ജലാശയത്തിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വല്ല അറിയാൻ സാധിക്കുന്നത്? നിലവിൽ ഇവിടെ ഇപ്പോൾ അല്പം മുമ്പാണ് ഇവിടുത്തെ പ്രദേശവാസികൾ വിളിച്ചു പറഞ്ഞാണ് അറിഞ്ഞത്. ഞാൻ ഇവിടുത്തെ വാർഡിലെ മെമ്പറാണ്, തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണ്. അപ്പം ഇങ്ങനൊരു ബോഡി പൊങ്ങിയതായിട്ട് ഇവിടുത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്കും പോലീസ് എത്തിയിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞ് ബോഡി അടുപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 50-ലധികം പ്രായമുള്ള ഒരാളുടെ മൃതദേഹമാണെന്ന് പറയുന്നു. തൊടുപുഴയ്ക്കടുത്ത് കോലാനിയിൽ നിന്ന് ഒരാളുടെ മിസ്സിംഗ് ആയതായിട്ടുള്ള റിപ്പോർട്ട് തൊടുപുഴ സ്റ്റേഷനിലുണ്ടെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ചില സാമ്യങ്ങൾ ഡ്രസ്സിലൊക്കെ പറയുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഷമ്മി, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇതാരാണെന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ തൊടുപുഴ കോലാനിയിൽ നിന്ന് ഒരു മിസ്സിംഗ് കേസ് ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ആണോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷമ്മി, ഇടുക്കി മലങ്കര ജലാശയത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ജോസിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോസിൽ, ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ വിശദീകരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പോലീസിൻ്റെ വിശദീകരണം ഇത്തരത്തിലാണ്. ഈ തൊടുപുഴ കോലാനി ഭാഗത്ത് ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടുണ്ട്. ആ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടയാളാണ് ഇപ്പം ഈ ഡ്രസ്സിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സംശയത്തിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ജോസിലാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.